നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വീണേ, ഒരുപാട് കാലം മുമ്പ് ഞാൻ മോഹിച്ച അത് ഞാൻ നിന്നോട് പറഞ്ഞു, അമ്മാവനോട് പറഞ്ഞു, അവളോടും പറഞ്ഞു. എന്നിട്ട് മുഹൂർത്തം കുറിക്കുന്ന ഈ നിമിഷത്തില് നിന്റെ ഈ വിലക്കിന് ഞാൻ ഒരു വിലയും കൽപ്പിക്കുന്നില്ല. നിശ്ചയിച്ച മുഹൂർത്തത്തിൽ ഞാൻ വീണയെ വിവാഹം കഴിക്കും. അതോ ഇത്രയും കാലം പെങ്ങളാണെന്ന് പറഞ്ഞിട്ട് അവസാനം അവളെ പെണ്ണായിട്ട് വേണമെന്ന് തോന്നിയോ നിനക്ക്? അനാവശ്യം പറഞ്ഞാലേ കൊന്നുകളയുന്നതിന് ഞാൻ. വേണു, വേണു, ഞാനിവിടെ ഉണ്ടച്ചാ. ഇത് നടത്താൻ നിന്നെ എതിർക്കണമെന്നല്ലേ ഉള്ളൂ. അത് ഞാൻ ചെയ്യും. വീണയെ സ്വന്തമാക്കാൻ വേണ്ടി ആരെ എതിർത്ത് ഞാൻ തോപ്പിക്കും. ആ, നിങ്ങൾ തമ്മിൽ സംസാരിക്കായിരുന്നോ? മോനെ ഹരി, എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ആ ആയിക്കോട്ടെ. ഇനിയിപ്പോ അധികം ദിവസമില്ലല്ലോ മോൾ അങ്ങോട്ട് വരാൻ. ഇറങ്ങട്ടെ വീണേ, ചെന്നിട്ട് ഞാൻ വിളിക്കാം. ശരി വീണേട്ടാ. ആ, ഈ ഹരിയേട്ടന് ഇത് എന്തു പറ്റിയച്ചാ? ആദ്യമായിട്ട് എനിക്കതിന് മനസ്സിലാകാതെ വരുന്നേ. ആ സുജാതെ, ബന്ധുക്കളില് കുറെ പേരെങ്കിലും നമ്മൾ നേരിട്ട് പോയി വിളിക്കേണ്ടി വരും. ഇപ്പൊ അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ അച്ഛാ? കുടുംബത്തിന്റെ ഗ്രൂപ്പില് ഒരു കല്യാണക്കുറിട്ടിട്ട് എല്ലാരും ഒന്ന് വിളിച്ചു പറഞ്ഞ പോരെ? ഹേയ്, അത് നിനക്ക് പഴയ ആളുകളെ മനസ്സിലാവാഞ്ഞിട്ടാ. നേരെ വീട്ടിലേക്ക് ചെന്ന് കല്യാണത്തിന് ക്ഷണിച്ചില്ലെങ്കിലേ അപമാനിക്കുന്നതായി തോന്നുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഓ, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ശീലിച്ചത് അങ്ങനെയാണല്ലോ. ആ അത് മാത്രമല്ല, ഈ ആളുകൾ തമ്മിലുള്ള വരവും പോക്കും ഒക്കെ ചുരുങ്ങി ചുരുങ്ങി കാണുന്നത് തന്നെ കല്യാണത്തിനും മരണത്തിനും ഒക്കെ ആയില്ലേ. അപ്പോ ഈ കൂട്ടത്തില് എല്ലാവർക്കും അന്യോന്യം വരികയും കാണുകയൊക്കെ ചെയ്യാലോ. അതെ അമ്മേ, എന്റെ കോളേജിലെ ഫ്രണ്ട്സ് മുഴുവൻ ഉണ്ടാവും കേട്ടോ. ഞാൻ ഒരാളെ ഒഴിവാക്കത്തില്ല. ഇവള് ചുമ്മാ പുളുവടിക്കണേ. ഇവൾക്ക് അവിടെ നിന്ന് എത്രയും മാത്രം ഫ്രണ്ട്സ്? അയ്യോ, അതൊന്നും പറയല്ലേ. കൊറേ കാലം ഏട്ടനും കോളേജിൽ പഠിച്ചതാണല്ലോ. ഏതെങ്കിലും ഒരാള് ഏട്ടനെ വിളിക്കാറുണ്ടോ? കാണാനെങ്കിലും വരാറുണ്ടോ? അതിനെങ്ങനെയാ? തുടങ്ങി. ഒന്നിച്ച് നടക്കുമ്പോഴേ എല്ലാരോടും നന്നായിട്ട് പെരുമാറണം. ഞാൻ എല്ലാവരോടും നന്നായിട്ട് തന്നെ പെരുമാറിയിട്ടുള്ളത്. പിന്നെ അവർക്കൊക്കെ വേണ്ടത് നമ്മുടെ സമയം. നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവരുടെ കൂടെ ഇരിക്കുക. 2-3 ദിവസത്തേക്ക് ടൂർ പ്ലാൻ ചെയ്താൽ അവരുടെ കൂടെ പോവുക. എനിക്കതിനോട് താല്പര്യമില്ല. എനിക്കിവിടെ അമ്മയുടെ കൂടെയും അച്ഛന്റെ കൂടെയും നിന്റെ കൂടെയൊക്കെ ഇവിടെ വീട്ടിലിരിക്കാനാ താല്പര്യം. അതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം. ആ അവിടെ നീ തോറ്റുപോയി മോളെ. ഈ ആറ്റിറ്റ്യൂഡുള്ള ഒരാളെ കാണണമെങ്കിലേ കുറച്ച് ബുദ്ധിമുട്ടാ. ആ ശരവണ, നിനക്കാരെങ്കിലും വിളിക്കാനുണ്ടോ? എനക്ക് ആരിക്കും സാർ, പൊണ്ടാട്ടിയില്ല, കുടുംബമില്ല, കുട്ടികളുമില്ല. സുജാതെ, ഇപ്പൊ ഈ പറഞ്ഞതിലൊരു പരാതിയുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അധികം വൈകാതെ ഏതെങ്കിലും ഒരു പെങ്കൊച്ചിനെ കണ്ടുപിടിച്ച് ഇവനെ അങ്ങ് കെട്ടിച്ചു വിടണം. എന്നിട്ട് അവളും കൂടി ഇവിടെ വന്ന് നിൽക്കട്ടെ. അവന്റെ ഒരു ചിരി കണ്ടോ? നമുക്ക് പരിഹരിക്കാടാ. ஆமா போங்கம்மா.
പിന്നെ രഘുവേട്ട, എനിക്ക് വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. എന്താടോ? നമ്മുടെ ഒരു ബന്ധുബലം വെച്ച് എല്ലാവരെയും വിളിച്ച് കല്യാണം നടത്തുക എന്ന് പറഞ്ഞ വല്ലാത്തൊരാൾക്കൂട്ടം തന്നെ ഉണ്ടാവും. അതിന്റെ കൂടെ രഘുവേട്ടന്റെ ഫ്രണ്ട്സും പിന്നെ നമ്മുടെ ചുറ്റുപാടുള്ളവരും. അതിനെന്താടോ? നമുക്ക് അതിനുള്ള ശേഷിയുണ്ട്, അതല്ല ഞാൻ പറഞ്ഞത്. നിത്യയുടെയും അച്ഛന്റെയും കാര്യമാ. നമ്മളെ അളവിൽ കവിഞ്ഞ ആഘോഷങ്ങളൊക്കെ നടത്തുമ്പോ ചിലപ്പോ അവരുടെ മനസ്സൊന്ന് വേദനിക്കും. അത്രത്തോളം എത്താൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു തോന്നല് വരും. അതുകൊണ്ട് അത്യാവശ്യം ബന്ധുക്കൾ, വളരെ ചുരുക്കം അയൽവാസികൾ, അങ്ങനൊന്ന് ചുരുക്കാം നമുക്ക് ഈ ചടങ്ങ്. അതെന്താ അമ്മേ? ഇപ്പോ നിത്യ ഇങ്ങോട്ട് കയറി വരട്ടെ. അത് കഴിഞ്ഞിട്ട് നിന്റെ കല്യാണമാവുമ്പോ നമുക്ക് നാടടച്ചു വിളിക്കാം. അല്ലേ രഘുവേട്ട? കറക്റ്റ് തീരുമാനോട് താൻ പറഞ്ഞത്. പക്ഷേ അതേക്കുറിച്ച് ഞാനിതുവരെ ചിന്തിച്ചില്ല. അല്ല, താമിനെ നമ്മുടെ കൂട്ടത്തിരുന്നാലും ചിന്തമഴും നിത്യമോളെ കുറിച്ചാണല്ലോ. ആഹാ, ഇത് സുധിയെ വിളിക്കുന്നത് നിത്യയുടെ വീട്ടിൽ നിന്ന്. അവിടെ ഇതൊക്കെ തന്നെ ആയിരിക്കുമല്ലേ പരിപാടി? ഹലോ സുധി. എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനുണ്ടല്ലോ. തനിച്ചാണോ? അല്ല, ഞങ്ങളിവിടെ കല്യാണം വിളിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കല്യാണം നടക്കണോ വേണ്ടെന്നുള്ള കാര്യം എനിക്ക് സംസാരിക്കാനുള്ളത്. അച്ഛാ, ഞാനിപ്പോ വരാം. അളിയനും അളിയനും ഇപ്പൊ നല്ല കമ്പനിയല്ലേ? ആ, അത് അവൾക്കെങ്ങ് നടക്കട്ടെ. സുധി, ഞാൻ പറഞ്ഞ കാര്യം നിനക്ക് മനസ്സിലായി കാണുമല്ലോ. ശ്രുതി പറഞ്ഞ കാര്യങ്ങളൊന്നും നിനക്ക് നിഷേധിക്കാൻ പറ്റില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്റെ ചേച്ചി ഒരു അപകടത്തിൽപ്പെടുന്നത് ഞങ്ങൾ നോക്കി നിൽക്കും നീ കരുതിയോ? സുധി, നിങ്ങൾക്ക് എന്തോ തെറ്റിദ്ധാരണയുണ്ട്. ഒരു തെറ്റിദ്ധാരണയില്ല. ഇനി ഞങ്ങൾക്ക് കൂടുതൽ അന്വേഷിക്കാനുമില്ല. സുധി ഇപ്പൊ എവിടെ ഉണ്ട്? ഞാൻ അങ്ങോട്ട് വരാം. ഞാനും അച്ഛനും നിങ്ങളുടെ വീടിനടുത്തുള്ള ജംഗ്ഷൻ അടുത്ത് നിൽപ്പുണ്ട്. താൻ വാ, നേരിട്ട് സംസാരിക്കാം. ഞാനിപ്പോ തന്നെ വരാം. എന്താ സുജാതെ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അമ്മേ, സുധിയുടെ അടുത്തൊരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാനൊന്ന് പോയിട്ട് വരാം. വൈകൂടാ നീ? ഇല്ല, ഞാൻ കണ്ടിട്ട് പെട്ടെന്ന് വരാം. അയ്യാ, ഞാൻ കൂടെ വരാം. വേണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.